ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ വീണ്ടും ഒരു ബിഗ് അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ബ്രഹ്മയുഗം വീണ്ടും ചർച്ചകളിൽ ഉടനീളം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ നാഷണൽ അവാർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ്. കാരണം മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നൊരു സംശയത്തിൻ്റെ പുറത്തും ഇപ്പോൾ ഈയിടെയായിട്ട് ന്യൂസ് ചാനലെല്ലാം തന്നെ കുടുംബം പൊറ്റികളെക്കുറിച്ച് വാനോളം പുകഴ്ത്തുകയാണ്. അതോടൊപ്പം തന്നെ ഡയറക്ടർ രാഹുൽ സദാശിവനെ കുറിച്ചിട്ടും ഭയങ്കരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ സിനിമ ബ്ലാക്ക് മെയ്ഡ് ചെയ്തു, എന്താണ് ഈ സിനിമയ്ക്ക് ഉണ്ടായ അത്രമാത്രം മമ്മൂട്ടി എന്ന ആ ഒരു ആക്ടർക്ക് ഉണ്ടായ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും വൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നാഷണൽ അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നൊരു വലിയൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം എന്തായാലും നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരാളെ കൊടുക്കും. എന്തിപ്പോൾ പുഷ്പ വരെ അടിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല. സിനിമ അർഹിച്ചവർക്ക് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം വിരളമായ സംഭവം മാറിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ എല്ലാവർക്കും താല്പര്യത്തിനനുസരിച്ചാണ് ഇപ്പോൾ അവാർഡുകൾ പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അങ്ങനെ കിട്ടുകയായിരുന്നു മമ്മൂട്ടിക്ക് എപ്പോഴോ കിട്ടണമായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത് പ്രഖ്യാപിക്കുന്നത് വരെ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അതുവരെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ട് മാറി ഈ സിനിമ എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ മമ്മൂട്ടിക്ക് കൊടുക്കാൻ അങ്ങനെ അവർ വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. കാരണം ഹിന്ദിയിൽ തന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞാൽ അങ്ങനെ നല്ല ദുരന്തോർ പോലെ സിനിമയൊക്കെ വന്ന സ്ഥിതിക്ക് തന്നെ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ കൊടുക്കാൻ പോകുന്നത്. പിന്നെ അങ്ങനെ കുറച്ച് സിനിമയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഹിന്ദി ബെൽറ്റിലേക്ക് ഈ അവാർഡുകളെല്ലാം ഒതുങ്ങിക്കയറുന്നുള്ള കാര്യം സംശയമില്ല. ചിലപ്പോൾ ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. എന്നാലും ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയമുണ്ട്. കാരണം അത് കിട്ടിയില്ലെങ്കിൽ മറ്റേ പ്രകാശ് രാജ് പറഞ്ഞ പോലെ ഇന്ത്യൻ സിനിമയിൽ മമ്മൂട്ടി അർഹിക്കുന്നില്ല അല്ലേ? മമ്മൂട്ടി അർഹിക്കുന്ന അങ്ങനെ ഓസ്കാർ അവാർഡിലുമായിട്ട് അടിച്ചാടി തിമിർത്ത് വന്ന സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു അംഗീകാരം കൊടുക്കാൻ പറ്റി കഴിഞ്ഞില്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു മോശമായിട്ട് മാറും. ഒരുപക്ഷെ ബ്രഹ്മയുഗം പോലൊരു സിനിമ ഇനി മലയാളത്തിൽ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളായതുകൊണ്ട് ഇനിയും ഒരുപാട് ബ്രഹ്മയുഗങ്ങളുണ്ടാവും. പക്ഷേ ഇതുപോലൊരു 4 ആളെ വെച്ചിട്ട് സിനിമ ചെയ്യാനും അതിൽ മമ്മൂട്ടി എന്ന വ്യക്തി വന്ന് കാണിച്ച ആ ഒരു അഴിഞ്ഞാട്ടൊന്നും ഇനി ഒരിക്കലും ഒരാളെയും കൊണ്ട് കാണിക്കാൻ പറ്റില്ല. കാരണം അത്ര മനോഹരമായിട്ടാണ് ആ സിനിമ അദ്ദേഹം ചെയ്ത്. നിപ്പിലും നടപ്പിലും ചിരിയിലും ആംഗ്യത്തിലും എന്ത് നോട്ടത്തിലും എല്ലാത്തിലും ഒരു കുടുംബൻ പോറ്റിയായി മാത്രം വന്നു. അതാണ് മമ്മൂട്ടി. ഒരു കഥാപാത്രം കിട്ടിയ ചാലഞ്ചിങ് അയാൾ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ആ കഥാപാത്രത്തിൻ്റെ അപ്പുറത്ത് ചെന്ന് ഒരു പടി മുന്നിൽ നിന്നിട്ട് ആ കഥാപാത്രത്തിന് തന്നെ വെല്ലുവിളിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങേര് കാട്ടിക്കൊടുന്ന കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു സിനിമ ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയുടെ ഒരു ചരിത്രത്തിന് ഏറ്റവും വലിയൊരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്. പക്ഷേ അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം വിചാരിക്കേണ്ടത് അവിടുത്തെ ജൂറിയാണ്. കാരണം ജൂറിയുടെ പ്രിഫറൻസും എല്ലാം തന്നെ വ്യത്യസ്തമാണ്. കാരണം ഇപ്പോൾ മലയാളികളായിട്ടുള്ള ജയരാജൊക്കെയാണ് പോയി എന്ന് പറഞ്ഞു. 11 അംഗ സംഘമായിട്ട് ഒക്കെയാണ് അവർ ചൂസ് ചെയ്ത് പറയുന്നത്. ഈ ആഴ്ച വരുന്നതാണ് ഈ സിനിമയുടെ ഈ നാഷണൽ അവാർഡിൻ്റെ പ്രഖ്യാപനം. അൺഫോർച്ചുനേറ്റ്ലി അതിങ്ങനെ മാറി. ചിലപ്പോൾ ഈ സെലക്ട് ചെയ്ത മൂവിയെല്ലാം തന്നെ എന്താ പറയുക, ഇയാളെ കൊടുക്കണോ വേണ്ടിയെന്നൊക്കെ ചിന്തിക്കുന്ന ചർച്ചയ്ക്ക് വേണ്ടി പോയതായിരിക്കും. കാരണം ജൂറി ചിലപ്പോൾ നല്ല സെലക്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ആസ് ഒരു പൊളിറ്റിക്കൽ വ്യൂ വെച്ചിട്ട് ചിലപ്പോൾ ഇദ്ദേഹം കൊടുക്കണോ വേണ്ടിയെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. അത്രേ ഉള്ളൂ, ഇല്ലാണ്ട് അപ്പുറത്തേക്കൊന്നുമില്ല. എന്നാലും ബ്രഹ്മയുഗം വീണ്ടും ചർച്ചകളിൽ ഇങ്ങനെ വാനോളം പാറി നടക്കുന്നത് നമുക്ക് വളരെ അഭിമാനകരമാണ്. ഒന്നാമത് മലയാള സിനിമയുടെ ഈ ഒരു ഇത്രയും തുച്ഛമായിട്ടുള്ള ഈ പ്രകടനം കാണിച്ച മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ കൂടെയുള്ള എല്ലാവരും തന്നെ അടിപൊളിയാണ്. അപ്പോൾ സിനിമയ്ക്ക് എന്തായാലും നാഷണൽ അവാർഡ് കിട്ടട്ടെ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെയധികം എക്സൈറ്റാണ്. കിട്ടിക്കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് വീണ്ടും ഒരു പൊൻതൂവൽ മാത്രമായി മാറും. എന്നാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രകടനത്തിന് ഒരു അവാർഡ് കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യൻ സിനിമേൻ്റെ തന്നെ അല്ലെങ്കിൽ നാഷണൽ അവാർഡ് കൊടുക്കുന്ന ജൂറി വെറും ഒരു വേസ്റ്റായി മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇതിനൊരു സിനിമയ്ക്ക് ഒരു അവാർഡ് കൊടുക്കണം. അതും ബെസ്റ്റ് ആക്ടറിന് മമ്മൂട്ടി കിട്ടിയാൽ മാത്രമേ ഈ സിനിമ ആ ഒരു ഡിസേർവ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ വേറൊന്നും കിട്ടിയിട്ടും കാര്യമില്ല. കാരണം അത് ഡിസേർവ്ഡാണ്. ശ്രീ മമ്മൂട്ടി പറയുന്ന ആൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഡിസേർവ്ഡാണ് നാഷണൽ അവാർഡ് കിട്ടാൻ. എന്നാലും ഓക്കെ ഗൈസ്, എല്ലാം നല്ല നടക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ബൈ, സീ യു.